എം ഷിനാസ്, അവിടെ നിന്ന് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. താങ്കൾ പറയാൻ ശ്രമിച്ച കുറേ കാര്യങ്ങൾ ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ട്. എം ഷിനാസ്, ഇതാണിപ്പോൾ വാഷിങ്ടണിൽ നിന്ന് ബ്രേക്ക് ചെയ്ത ഈ വെടിനിർത്തലിൽ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ചർച്ചയുടെ ഘട്ടം. താങ്കൾക്ക് തുടരാം. അതെ, ഞാൻ അതാണ് പറഞ്ഞു തുടങ്ങിയത്. വാഷിങ്ടൺ ഫാക്ടർ അല്ലെങ്കിൽ അമേരിക്കൻ ഫാക്ടർ ഇപ്പോൾ കഴിഞ്ഞ 2 സംഘർഷങ്ങൾ മാത്രം എടുത്താൽ, ഉദാഹരണത്തിന് 1999 മെയ് മുതൽ ജൂലൈ വരെ നീണ്ടുനിന്ന കാർഗിൽ സംഘർഷം, കാർഗിൽ യുദ്ധം, അത് കാർഗിൽ മലനിരകളിൽ അറിയാം, പാകിസ്ഥാനാണ് അതിർത്തി നിയന്ത്രണ രേഖ കടന്ന് ആ മലനിരകളിൽ പിടിച്ചെടുത്തത്. അപ്പോൾ അതങ്ങനെ തുടർന്നു. ആ യുദ്ധം എസ്കലേറ്റ് ചെയ്യും, പിടിവിട്ടു പോകുമെന്ന ഘട്ടം വന്നപ്പോൾ നവാസ് ഷെരീഫ്, അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബിൽ ക്ലിൻ്റനെ ജൂലൈ 2 വിളിക്കുന്നു. എനിക്ക് താങ്കളെ ഒന്ന് കാണണം, വൈറ്റ് ഹൗസിലേക്ക് വരാമോ? അപ്പോൾ ബിൽ ക്ലിൻ്റൺ പറയുന്നു, സ്വാഗതം, നിങ്ങൾക്ക് ഏത് സമയവും എന്നെ കാണാൻ വരാം, വൈറ്റ് ഹൗസിലേക്ക് വരാം. അങ്ങനെ നവാസ് ഷെരീഫും കുടുംബത്തെയും കൂട്ടിയാണ് അദ്ദേഹം. അപ്പോൾ ബിൽ ക്ലിൻ്റൻ്റെ ആത്മകഥയായിട്ടുള്ള മൈ ലൈഫ് എന്ന ആത്മകഥ ഓട്ടോബയോഗ്രഫിയിൽ ഇത് വിവരിക്കുന്നുണ്ട്. അങ്ങനെ നവാസ് ഷെരീഫ് കുടുംബവുമായിട്ട് വരാനുള്ള കാരണം തിരിച്ചു പോയാൽ അവിടെ സ്ഥാനമുണ്ടാകുമോ എന്നുള്ള പേടിയുമുണ്ട്. എന്നാൽ നവാസ് ഷെരീഫ് വൈറ്റ് ഹൗസിലെത്തിയിട്ട് ക്ലിൻ്റന് മുമ്പിൽ വെച്ചിട്ടുള്ള 2 കാര്യം, ഇത് എങ്ങനെയെങ്കിലും ഡീഎസ്കലേറ്റ് ചെയ്യണം, അവസാനിപ്പിക്കണം. 2, കാശ്മീർ പ്രശ്നത്തിൽ അമേരിക്ക മധ്യസ്ഥത വഹിച്ച് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കണം. ക്ലിൻ്റൺ പറഞ്ഞു ഇത് തീർപ്പാക്കാൻ. അപ്പോൾ ക്ലിൻ്റണും ബ്രൂസ് ഫീൽഡ്, മെഡലിൻ ആൽബ്രൈറ്റ്, അവരൊക്കെയായിരുന്നു ക്ലിൻ്റൻ്റെ സംഘത്തിലുണ്ടായിരുന്ന ആൾക്കാർ. അവരൊക്കെ ഇവിടുത്തെ ജസ്വന്ത് സിംഗിനെ വിളിക്കുന്നു, അടൽ ബിഹാരി വാജ്പേയിയെ നേരിട്ട് വിളിക്കുന്നില്ല, മറ്റുള്ളവരൊക്കെ വിളിക്കുന്നു, പാകിസ്ഥാനിലെ കൗണ്ടർ പാർട്സിനെ വിളിക്കുന്നു. അങ്ങനെ പാകിസ്ഥാനിൽ കൗണ്ടർ പാർട്ട് എന്ന് പറഞ്ഞാൽ നവാസ് ഷെരീഫാണ്, പർവേഷ് മുഷാറഫാണ്. അദ്ദേഹം ഷെരീഫ് അറിയാതെ ഈ യുദ്ധം തുടങ്ങിയത് എന്നാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അപ്പോൾ തന്നെ ബിൽ ക്ലിൻ്റൺ പറഞ്ഞു, ഈ രണ്ടാമത് പറഞ്ഞ കാര്യം അമേരിക്ക ചെയ്യില്ല. അതായത് മധ്യസ്ഥത വഹിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റില്ല. തൽക്കാലം ഇത് ഡീഎസ്കലേറ്റ് ചെയ്യുന്ന മാർഗത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ കാർഗിൽ കുന്നുകളിൽ നിന്ന്, മലനിരയിൽ നിന്ന് നിങ്ങൾ പിന്മാറണം, അല്ലെങ്കിൽ ഇന്ത്യ കടന്ന കൈക്ക് ശ്രമിക്കും. അങ്ങനെയാണ് കാർഗിൽ മലനിരകളിൽ അവിടെ തീവ്രവാദികളും സൈനികരും പിന്മാറുന്നത്. രണ്ടാമത്തെ സംഭവം, അത് മൈക്ക് പോംപിയോയുടെ ഒരു ഓർമ്മക്കുറിപ്പുണ്ട്. 2023 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച നെവർ ഗിവ് ആൻ ഇഞ്ച് ഫൈറ്റിംഗ് ഫോർ ദി അമേരിക്ക ഐ ലവ്. 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കരുത്, ഞാൻ സ്നേഹിക്കുന്ന അമേരിക്കക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്യാം. അപ്പോൾ 2019 ഫെബ്രുവരി 14 പുൽവാമയിലെ 40 സൈനികരെ ഭീകരവാദികൾ വധിച്ചത്. അതിന് മറുപടിയായി 2019 ഫെബ്രുവരി 26 ബാലക്കോട്ടിൽ സർജിക്കൽ സ്ട്രൈക്ക്, ജയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം തകർക്കാൻ 12ഓളം മിറാഷ് വിമാനങ്ങൾ പോകുന്നത്. ഡോഗ് ഫൈറ്റ് ഉണ്ടാവുന്നു. ഡോഗ് ഫൈറ്റിൽ ഒരു മിഗ് വൈമാനികനെ പാകിസ്ഥാൻ പിടികൂടുന്നു. അങ്ങനെ അത് ആ രീതിയിൽ ബാലക്കോട്ട് ആക്രമണം നടക്കുന്നത് 26 26 രാത്രി മൈക്ക് പോംപിയോയും അന്നത്തെ US നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജോൺ ബോൾട്ടണും വിയറ്റ്നാമിലെ ഹാനോയിലുണ്ട്. ആ വിയറ്റ്നാമിലെ ഹാനോയിൽ ഫെബ്രുവരി 27-28 വടക്കൻ കൊറിയയുമായി ആണവ ആയുധ ചർച്ച, ആണവ നിരായുധീകരണ ചർച്ച, അതിൻ്റെ ഉച്ചകോടി നടക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് രാത്രി മൈക്ക് പോംപിയോ എഴുതുന്നത് തൻ്റെ ഇന്ത്യൻ കൗണ്ടർ പാർട്ട് സ്വാഭാവികമായും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജാണ്. സുഷമ സ്വരാജ് അർദ്ധരാത്രി വിളിക്കുന്നു, ഈ പാകിസ്ഥാൻ ആണവാക്രമണത്തിന് കോപ്പ് കൂട്ടുന്നുണ്ട് എന്ന ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഞങ്ങളും അങ്ങനെ അവർ ശ്രമിച്ചാൽ ഞങ്ങളും ആ എസ്കലേറ്ററി മോഡിലേക്ക് പോവും. അപ്പോൾ ഈ സുഷമ സ്വരാജിനോട് മൈക്ക് പോംപിയോ പറയുന്നു,
എനിക്ക് ഏതാനും സമയം തരൂ, പെട്ടെന്ന് കാര്യങ്ങൾ തീർപ്പാക്കാം. Yes. അങ്ങനെ മൈക്ക് പോംപിയോ ജോൺ ബോൾട്ടനെ വിളിക്കുന്നു. ഉടനെ തന്നെ പാകിസ്ഥാനിൽ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്ന പാകിസ്ഥാൻ തലവനെ വിളിച്ചു. അതായത് അന്നത്തെ പാക് സൈനിക മേധാവിയായിരുന്ന ഖമർ ജാവേദ് ബജ്വയെ വിളിക്കുന്നു. ബജ്വയോട് പറയുന്നു, നിങ്ങൾ ആണവാക്രമണം നടത്തിയാൽ ഇന്ത്യയും നടത്തും. അപ്പം നിങ്ങൾ അതിന് കോപ്പ് കൂട്ടുന്നുണ്ടോ? അതൊക്കെ തെറ്റാണ്, ആണവാക്രമണം നടത്തുന്നില്ല. അപ്പം ഇന്ത്യയും വിളിക്കുന്നു. അപ്പം രണ്ട് കൂട്ടർക്കും മൈക്ക് പോംപിയോ ഉറപ്പ് കൊടുക്കുന്നു, ആണവാക്രമണം ഒരു ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് ബാലക്കോട്ടിൽ 2019 പഹൽഗാം ബാലക്കോട്ട് പ്രശ്നം ഡീഎസ്കലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം ഈ രണ്ട്, കാർഗിൽ ആവട്ടെ അതേപോലെ ബാലക്കോട്ട് പുൽവാമയിലാവട്ടെ, അമേരിക്കൻ ഫാക്ടർ നന്നായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഡൊണാൾഡ് ട്രംപും മാർക്കോ റൂബിയോയും പുറത്തുവിട്ട കാര്യങ്ങൾ അവിശ്വസിക്കേണ്ടതില്ല. തീർച്ചയായും.